മഹാന്മാരാവുന്ന പണ്ഡിതന്മാരുടെ പ്രവർത്തനം ഇവിടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെ മഹാന്മാരാവുന്ന മശായിഖന്മാരോട് ചോദിച്ച് സമ്മതം വാങ്ങിയതിന് ശേഷം സ്ഥാപിക്കപ്പെട്ട ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്ത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറഞ്ഞത് ഇതൊരു ഇലാഹിയായ സംഘടനയാണ്. ഈ സംഘടന ഒരു നിലക്കും എന്തെങ്കിലും നിലക്ക് ഇതിന് പോറലേൽപ്പിക്കാൻ ഇവിടുത്തെ ഒരു ശക്തിക്കും സാധ്യമല്ല. ആ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സംഘടനയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കും. കാരണം ഇതിൻ്റെ മേലെ ഇതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാവുന്ന ആളുകളാണ് ഇതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ നിയന്ത്രണം അതിൻ്റെയൊക്കെ മേലെയായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകമാവുന്ന മദതും പ്രത്യേക നെറുറും ഒക്കെ ഈ സംഘടനയുടെ മേലുണ്ടാവും. കാരണം അങ്ങനെയാണ്, ദീനിനെ സംരക്ഷിക്കേണ്ട സംഘടനയാവുമ്പോൾ അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കും. റസൂലുള്ളാഹിന് വേണ്ട സഹായ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതാണ് മോയിൻകുട്ടി വൈദ്യർ പറഞ്ഞത്, നിങ്ങൾ നല്ല മനസ്സോടെ ഖാലിസായ കരുത്ത് കൊണ്ട് വിളിത്തുമൻ ബദരിങ്ങള ഹാദിറുണ്ട് വിടത്തിലും തന്മൂർ അത് പോൽഷണം ഹാസില. ആ വാചകത്തിന്റെ അർത്ഥം നോക്ക് നിങ്ങൾ. നല്ല നെയ്യത്തോടു കൂടി നിങ്ങൾ ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ, നല്ല നെയ്യത്തോടു കൂടി നിങ്ങൾ ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ, ഖാലിസായ കരുത്ത് കൊണ്ട് വിളിത്തുമൻ ബദരിങ്ങള ഹാദിറുണ്ട് വിടത്തിലും തന്മൂർ അത് പോൽഷണം ഹാസില. ഉള്ളുറപ്പിലൊരുത്തൻ കോനിൽ ബിഹക്കിഹിം ദുആ തേടുകിൽ ബിരുത്തമേത് ഫുശുത്തിലാകിലും കിട്ടും ഉത്തരം അജിലായി. നിങ്ങൾ എവിടെ ഇരുന്നിട്ട് ബദരീങ്ങൾ എന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് ഉള്ളുറപ്പുണ്ടെങ്കിൽ കിട്ടുന്ന അതിന്റെ അർത്ഥം. യക്കീൻ ഉറപ്പുണ്ടെങ്കിൽ പടച്ചറബ് ഉത്തരം തരുന്ന. അതാണ് ബദരീങ്ങളെ തവസ്സുൽ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രത്യേകത. ഈ മജ്ലിസ് ഏറ്റെടുക്കണേ തങ്ങളെ, സ്വീകരിക്കണേ തങ്ങളെ, കബൂൽ ചെയ്യണേ തങ്ങളെ, ഇജാബത്തുള്ള മജ്ലിസാക്കണേ തങ്ങളെ, തങ്ങളെ ഞങ്ങളെ ഏറ്റെടുക്കണേ തങ്ങളെ. ഈ മജ്ലിസ് ഏറ്റെടുക്കണേ തങ്ങളെ, സ്വീകരിക്കണേ തങ്ങളെ, കബൂൽ ചെയ്യണേ തങ്ങളെ, ഇജാബത്തുള്ള മജ്ലിസാക്കണേ തങ്ങളെ, തങ്ങളെ ഞങ്ങളെ ഏറ്റെടുക്കണേ തങ്ങളെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഏറ്റവും വലിയ മഹാനായ നേതാവ്, ഞങ്ങളെയൊക്കെ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ. ഞാനൊക്കെ നിസ്കാരത്തിൽ ചില ഖവാത്തിറൊക്കെ വരുമല്ലോ, പല ചിന്തകൾ. ആ ചിന്തകൾ വരുമ്പോൾ അപ്പോൾ ഓർക്കല് ശംസുൽ ഉലമയാണ്. ശംസുൽ ഉലമാനെ മനസ്സുകൊണ്ട് ഓർത്താൽ ആ ഖവാത്തിറുകളൊക്കെ അവിടെ ഇല്ലാതെയാകും. നിങ്ങൾ വേണമെങ്കിൽ പരിശോധിച്ച് നോക്കിക്കൊള്ളുക. എല്ലാ ദിവസവും മൂപ്പർക്കൊരു ഫാത്തിഹ ഓതിയിട്ട് നിസ്കരിക്കുന്ന സമയത്ത് പല ചിന്തകൾ ഇബ്ലീസ് കൊണ്ടുവന്നിടുകയാണെങ്കിൽ അസമയത്ത് ശംസുൽ ഉലമാനെ ഓർത്തു കഴിഞ്ഞാൽ ആ ഖവാത്തിറൊന്നും ഉണ്ടാവുകയില്ല. ഞാനൊക്കെ അത് അങ്ങനെയാണ് ചെയ്യല്. ബഹുമാനപ്പെട്ടവരെ ഓർക്കുമ്പോൾ നമുക്ക് ചെറിയ ഒരു മാനസികമായ അനുഭൂതി നിസ്കാരത്തിൽ കിട്ടും. അങ്ങനെയുള്ള മഹാനായ ശംസുൽ ഉലമ. കരയുന്ന ഞങ്ങളെ കാണുന്ന തങ്ങളല്ലേ, കഥനങ്ങൾ തീർക്കുന്ന ജിഫ്രിയോറങ്ങല്ലേ, ഇടറുന്ന നേരത്ത് തുണയാകും അങ്ങല്ലേ, ഇക്കാണും മജ്‌ലിസിൽ കാവൽ നൽകുകില്ലേ, സിക്കേ പാറയിൽ പൂത്തമലരെ മുഹമ്മദ് ജിഫ്രിയോരെ, ഇക്കാണും പാപികൾക്കെന്നും കാവൽ നൽകിടണേ, അങ്ങിൻ തുണ നൽകിടണേ, സിക്കേ പാറയിൽ പൂത്തമലരാ സയ്യിദേ ജിഫ്രിയോരെ, ഇക്കാണും പാപികൾക്കെന്നും കാവൽ നൽകിടണേ, അർഹത ഇവർക്കില്ല സയ്യിദോരേ തങ്ങളോരേ,
എങ്കിലും ഈ കൽബിലേക്കൊരു നോട്ടം നൽകിടണേ